ഹസ്ബൻഡ് തന്നെ പെർമിഷൻ കൊടുക്കാണ്, നീ വേറൊരാളായിട്ട് സെക്സ് ചെയ്യ്, പക്ഷെ എനിക്ക് കാണണം. അങ്ങനെ പ്ലഷർ ലഭിക്കുന്ന ആളുകളുണ്ടോ? ശ്വാസം മുട്ടിച്ചാൽ മാത്രം റൗസൽ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നവരുണ്ട്. ലേഡീസിലാണ് അത് കൂടുതൽ കാണുന്നത്. ആഫ്റ്റർ സെക്സ് സ്ത്രീകൾക്ക് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആ ഒരു വ്യക്തിയോട് തോന്നും. അതെന്തുകൊണ്ടാണ്? വിവേകത്തിന്റെ പുറത്തല്ല, ഇമോഷൻ നമ്മളെ ലീഡ് ചെയ്യും, പ്ലഷറിന്റെ പുറകെ പോകാനുള്ള ടെൻഡൻസി കാണിക്കുകയും അങ്ങനെ അതിലേക്ക് പോവുകയും ചെയ്യും. നമുക്ക് നാച്ചുറൽ ലൂബ് നമ്മുടെ ബോഡിയിലുണ്ട്. കാരണം അവളുടെ ആ ഒരു സെൻസറി ഓർഗനിൽ നിന്നും വെള്ളം പോലെ ഇങ്ങനെ പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിസ്ചാർജ് ആണത്. സെക്സ് ചെയ്യുമ്പോൾ ഒരു ടെൻഷനാണ് നമ്മുടെ ശരീരത്തിന്റെ ഡൗൺ പാർട്ടിലേക്ക് നമ്മുടെ പാർട്ട്ണർ പോവാണെങ്കിൽ വെജൈന സ്മെല്ല് ചെയ്താലോ എന്നുള്ളത്. ചെറിയൊരു നാച്ചുറൽ സ്മെല്ല് നമ്മുടെ വജേനയ്ക്ക് ഉണ്ടാവും. ആക്ച്വലി വജേന വാഷ് ചെയ്യാൻ പാടില്ലെന്നാണ്. ആ വജേനയ്ക്ക് ഇറ്റ്സ് ഓൺ ക്ലീനിങ് സിസ്റ്റം ഉണ്ട്. നമുക്ക് ആകെ വാഷ് ചെയ്യാവുന്ന ബൾബാണ്. ഹസ്ബൻഡ് സെക്സ് ചെയ്യുന്നു, അയാൾ ഇറക്കി വെച്ച് നിർത്തുന്നു, അവര് അതിനുശേഷം അവര് സ്വന്തമായിട്ട് ഇത് ചെയ്യുന്നു. സെമൻ സോളോ ചെയ്യുമ്പോൾ ഹെൽത്തി ആണോ അത്? ശരിക്കും ഈ സെമന്റെ ടേസ്റ്റ് എങ്ങനെയാണ്? സെമനിൽ അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ, എൻസൈംസ്, പ്രോട്ടീൻ, ഫ്രക്ടോസ്. അതിൽ ഹാംഫുൾ ആയിട്ടുള്ള ഒരു സാധനങ്ങളൊന്നും തന്നെ ഇല്ല. സെക്ഷലി ചിലപ്പോൾ പല പാർട്ട്നേഴ്സും വീക്ക് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. അത് അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞാലും ചെയ്യില്ല, അല്ലെങ്കിൽ ആ ഭാഗത്ത് നെഗ്ലക്ട് ചെയ്യപ്പെടും. ഈ സ്ത്രീകൾക്ക് സെക്സ് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പാർട്ട്ണറായിട്ട് ആണുങ്ങളുമായിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെയധികം കൂടുതലാണ്. ഇപ്പൊ ചിലപ്പോ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയായിരിക്കും, വെറുപ്പായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും, പക്ഷെ അയാളുമായിട്ട് സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാല്, അതായത് ഇപ്പൊ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടായിരിക്കും അവർ ചിലപ്പോ ഒരു ഡേറ്റ് എന്നുള്ള രീതിയിൽ, വൺ നൈറ്റ് സ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ സെക്സ് ചെയ്യുന്നത്. പക്ഷെ ആഫ്റ്റർ സെക്സ് സ്ത്രീകൾക്ക് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആ ഒരു വ്യക്തിയോട് തോന്നും. അതെന്തുകൊണ്ടാണ്? ഇമോഷണൽ അറ്റാച്ച്മെന്റ് എല്ലാവരോടും തോന്നൂല. സെക്സ് അവളെ എത്ര കംഫർട്ടായിരുന്നു, അവളെ എത്ര സാറ്റിസ്ഫൈഡ് ആണെന്ന് ഡിപ്പെൻഡ് ആയിട്ടിരിക്കും. ഈ വ്യക്തി ഒക്കെ ഇമോഷണലി കണക്റ്റഡ് അല്ലെങ്കിലും സെക്സ്വലി എത്രമാത്രം അവളെ സാറ്റിസ്ഫൈഡ് ചെയ്തു, ആ ഒരു ഡ്യൂറിങ് പീരീഡിൽ അവൾ എത്ര കംഫർട്ടായിരുന്നു, അവൾ സേഫ് ആയിരുന്നോ, അവൾക്ക് ഈ പറഞ്ഞ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്ലഷർ. ആ പ്ലഷർ ചിലപ്പോ നമ്മുടെ പാർട്ട്ണർ നമ്മളെ ലവ് ചെയ്യുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ടെങ്കിലും സെക്ഷലി ചിലപ്പോൾ പല പാർട്ട്നേഴ്സും വീക്ക് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. അത് അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞാലും ചെയ്യില്ല, അല്ലെങ്കിൽ ആ ഭാഗത്ത് നെഗ്ലക്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ ഈ സമയത്ത് ഇയാളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് ഞാനെന്ന് അറിഞ്ഞാൽ പോലും എനിക്ക് അറിയാതെ തന്നെ, എന്റെ ബ്രെയിൻ അറിയാതെ എന്നോട് പറയാണ് ഐ നീഡ് ദാറ്റ് പ്ലഷർ, അത് എനിക്ക് വേണം. അപ്പൊ അല്ലെങ്കിൽ എനിക്ക് എന്തോ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു ഇമോഷന്റെ പുറത്ത് നമ്മള്, വിവേകത്തിന്റെ പുറത്തല്ല, ഇമോഷൻ നമ്മളെ ലീഡ് ചെയ്യും. ഇമോഷന്റെ പുറത്ത് അതിന്റെ പിന്നാലെ പോകാനുള്ള ഒരു ടെൻഡൻസി, ആ പ്ലഷറിന്റെ പുറകെ പോകാനുള്ള ടെൻഡൻസി കാണിക്കുകയും അങ്ങനെ അതിലേക്ക് പോവുകയും ചെയ്യുന്നു. സെക്സ് ചെയ്യുമ്പോൾ ലൂബ് എന്നുള്ള ഒരു സംഭവം എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. ചില ആളുകൾ പറയും നേച്ചുറൽ ആയിട്ട് അവിടെ ലൂബ് വരുന്നുണ്ട്, രണ്ടുപേര് തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അവിടെ ലൂബ് ഉണ്ടാവുന്നുണ്ട് എന്ന് പറയും. ചിലർക്ക് ലൂബ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഹാർഡാണ്, അല്ലെങ്കിൽ ഭയങ്കര വേദനയാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മാർക്കറ്റിലാണെങ്കിലും മെഡിക്കൽ ഷോപ്സിലാണെങ്കിലും ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ശരിക്കും ഈ സെക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നേച്ചുറൽ ലൂബ് മതിയോ, അതോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈ ലൂബ്രിക്കൻസ് വേണോ? ലൂബൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് വന്നതാണ്. നമുക്ക് നാച്ചുറൽ ലൂബ് നമ്മുടെ ബോഡിയിലുണ്ട്. പക്ഷെ ആ ലൂബ് പ്രൊഡ്യൂസ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഒരു അറൗസൽ സ്റ്റേജിലേക്ക് ഫീമെയിൽ എത്തണം. എന്നാൽ മാത്രമാണ്, കാരണം അവളുടെ ആ ഒരു സെൻസറി ഓർഗനിൽ നിന്നും അങ്ങനെ ഒരു വെള്ളം പോലെ ഇങ്ങനെ പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിസ്ചാർജ് ആണത്. അപ്പൊ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സെക്സ് ചെയ്യാനും നമ്മുടെ പെനീസിനെ സ്വീകരിക്കാനും തയ്യാറ് ഇതിൽ ഒരു ഫ്ലെക്സിബിൾ ആക്കി എടുക്കാണ് ആ ഒരു ഇതിൽ ചെയ്യുന്നത്. ഒരു ഏർലി സ്റ്റേജിൽ, നേരത്തെ പറഞ്ഞ 20 ആ ഒരു 30 സ്റ്റേജിലൊക്കെ നല്ല പോലെ ലൂബ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ലൂബ് കുറെ നേരം നീണ്ടുക്കണമെന്നില്ല, കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആവുന്നു വരാം. ചിലപ്പോൾ നമുക്ക് സെക്ഷൽ പ്ലഷർ ഉണ്ടെങ്കിലും ചിലർക്ക് ലൂബ് ഇല്ലാത്ത അവസ്ഥയും വരുന്നുണ്ട്. അതിന്റെ അർത്ഥം അവർക്ക് സെക്ഷൽ പ്ലഷർ ഇല്ല, അറൗസൽ ഇല്ല എന്നല്ല. കുറച്ചു പേർക്ക് ലൂബ്രിക്കേഷൻ കുറഞ്ഞു പക്ഷെ അറൗസൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്കൊരു ഈ നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കന്റ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു പ്രശ്നം എന്ത്, മെനോപോസ് സ്ത്രീകളിൽ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ 40s കഴിഞ്ഞ സ്ത്രീകളിൽ ഈ പഴയ ആ ഇയർലി ഈ 20-30 പോലെയുള്ള ലൂബ്രിക്കേഷൻ അവിടെ ഉണ്ടാവില്ല. ലൂബ്രിക്കേഷൻ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പൊ എന്ത് പറ്റും, അവിടെ ഡ്രൈനെസ് സൃഷ്ടിക്കപ്പെടും. ഡ്രൈനെസ് സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് ഒരു ഡിസ്കംഫർട്ട് ആവും, ചിലപ്പോൾ ഒരു പെയിൻ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ കംഫർട്ട് ഫീൽ ചെയ്യില്ല.
മെനോപോസിലും ഇത് തന്നെ അവസ്ഥ. മെനോപോസിൽ കാരണം അവർക്ക് ഈസ്ട്രോജന്റെ പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടിരിക്കുന്ന അവസ്ഥയുണ്ടാവും. അപ്പോഴും ലൂബ് നമുക്ക് അത്യാവശ്യമായിട്ട് വരും. ഇങ്ങനെയാണ് ലൂബ് ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ മിക്കവർക്കും അത് ആവശ്യം വരുന്നില്ല. ആവശ്യം വരുന്ന ആളുകൾക്ക് മാത്രം ലൂബ് ഉപയോഗിച്ചാൽ മതി. ലൂബ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഉപയോഗിക്കണം. വാട്ടർ ബേസ്ഡ് ഉപയോഗിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളി അബ്സോർബിൾ ആണ്, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നില്ല. മറ്റേതാണെങ്കിൽ ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഇത് വജനയുടെ അകത്ത് പോയാലും അബ്സോർബിൾ ആണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മോർ വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് സേഫ് ആണ്. പിന്നെ ഈ വാട്ടർ ബേസിന് വേറൊരു ഗുണം കോണ്ടം യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ. മറ്റേതിലൊക്കെ കോണ്ടം യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ വാട്ടർ ഇതാണ് ഏറ്റവും മാർക്കറ്റിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളത് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഡ്യൂറക്സ് പോലത്തെ കമ്പനികൾക്കൊക്കെ ഇതുപോലെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ലൂബ് ആവശ്യമുണ്ട് ഉപയോഗിക്കുക. മിക്കവർക്കും ആവശ്യമില്ല. ലേറ്റ് ആയിട്ടുള്ള ഒരു ഏജിൽ വരുമ്പോൾ ഓഫ്കോഴ്സ് ഇത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ലൂബിനെ കുറിച്ച് സംസാരിക്കാമോ? മാർക്കറ്റിൽ പല കമ്പനി ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എന്ത് നിങ്ങൾ മേടിച്ചാലും കമ്പനിയുടെ ബ്രാൻഡ് നല്ല കമ്പനിയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഫോർ എക്സാമ്പിൾ ഡ്യൂറക്സ് പോലത്തെ കമ്പനിനെ നമുക്കൊന്ന് ഒരുവിധം അവരെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അവരെ എഴുതി വെച്ചിട്ടുണ്ടാവും 100% വാട്ടർ ബേസ്ഡ് എന്നുള്ള രീതി വെച്ചിട്ടുണ്ടാവും. ആ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഏത് ലൂബും നമുക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ KY ജെല്ലി പോലത്തെ അതിലുണ്ടാവും. പക്ഷെ അവര് തന്നെ വാട്ടർ ബേസ്ഡ് ആണെന്ന് ഉറപ്പുവരുത്താം. അപ്പോൾ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഏത് ലൂബും നമുക്ക് ഉപയോഗിക്കുന്നതാണ്. 100% വാട്ടർ ബേസ്ഡ് ആയിരിക്കണമെന്ന് മാത്രം. ഇറിറ്റന്റ് ആയിരിക്കില്ല, വേറെ ബുദ്ധിമുട്ടുണ്ടാവില്ല, നോൺ ഇറിറ്റന്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഈ തന്നെ ഡ്രൈനസും ഇറിറ്റേഷനോടെ ഉണ്ടാക്കും. ആ ടൈപ്പ് നമുക്ക് ഏത് മെനിയാണ് മാർക്കറ്റിൽ ഉപയോഗിക്കുന്നത്. ഒരു കമ്പനി അല്ല, മെനി കമ്പനികൾ ഇതുണ്ട്. വെറുതെ നമ്മളൊന്ന് സെർച്ച് ചെയ്താൽ പോലും നിറയെ കിട്ടുന്നുണ്ട്. ഇവൻ നിങ്ങൾ നല്ലൊരു ഷോപ്പിൽ പോയാൽ പോലും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള അവൈലബിൾ ആണ്. പല സ്ത്രീകൾക്കും സെക്സ് ചെയ്യുമ്പോൾ ഒരു ടെൻഷനാണ് നമ്മളെ ശരീരത്തിന്റെ ഡൗൺ പാർട്ടിലേക്ക് നമ്മുടെ പാർട്ട്ണർ പോവാണെങ്കിൽ വെജൈന സ്മെല്ല് ചെയ്താലോ എന്നുള്ളത്. ഈ പരസ്യത്തിലായാലും അല്ലെ സിനിമകളിലായാലും കോമഡി പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. പൈനാപ്പിൾ കഴിക്കുന്ന ആണുങ്ങളെയാണ് ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത്. അതാകുമ്പോ അവർക്ക് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകൾ തമാശയായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ സ്ത്രീകളുടെ കാര്യം മാത്രമല്ല, ഇപ്പൊ പുരുഷന്മാരായാലും പോലും ചില സമയങ്ങളിൽ അവരുടെ ബോൾസ് ഭയങ്കര മോശമായി സ്മെല്ല് ചെയ്തതായിട്ടുള്ള പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ രണ്ടുപേർക്കും ഈ ഒരു പ്രശ്നം, അതായത് ഡൗൺ പാർട്ടില് സ്മെല്ലിന്റെ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ശരിക്കും എങ്ങനെയാണ് നല്ല രീതിയിൽ സ്മെല്ല് ചെയ്യേണ്ടത്, അല്ലെ ഹൈജീന്റെ കാര്യങ്ങൾ ഒന്ന് പറയാമോ? ശരിക്കും പറഞ്ഞൊരു ചെറിയൊരു നാച്ചുറൽ സ്മെല്ല് നമ്മുടെ വജൈനയ്ക്ക് ഉണ്ടാവും. അത് ഒരിക്കലും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നില്ല, നാച്ചുറലാണ്. ഒരു മൈൽഡ് സ്മെല്ല് ഇതിന്റെ ഒരു നേച്ചറാണ്. പക്ഷെ സ്മെല്ല് എപ്പോഴാ കുഴപ്പം വരണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ടൈം അനുസരിച്ച് സ്മെല്ലിന് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ ഒരു മെനിസ്ട്രേഷൻ പീരീഡിൽ നമുക്കൊരു മെറ്റൽ സ്മെല്ല് പോലത്തെ ഒരു സ്മെല്ലാണ് അവിടെ അനുഭവപ്പെടുന്നത്. അതുപോലെ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് ചെറിയൊരു സ്മെല്ലിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ പിന്നെ ഒരു റിസ്ക് വരുന്ന ഒരു സ്മെല്ല് ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ, ഇൻഫെക്ഷൻ വരിക. അപ്പൊ അവിടെ ഇൻഫെക്ഷൻ വരുമ്പോൾ സ്മെല്ലിന്റെ രീതിയെ മാറി, ഒരു ഫിഷി സ്മെല്ലായിരിക്കും, ഒരു ചീഞ്ഞ മീനിന്റെ സ്മെല്ലായിരിക്കും. അപ്പൊ ആ സമയത്ത് തന്നെ സ്ത്രീക്ക് തന്നെ അറിയാൻ പറ്റും. അല്ലാതെ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് അവിടെ ഇച്ചിങ് സെൻസേഷൻ, ബേണിങ് സെൻസേഷൻ, ഒരു കളർലി ഡിസ്ചാർജ്, ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് നാച്ചുറലി ആവും. അപ്പൊ ആ ഇൻഫെക്ഷൻ എപ്പോഴുണ്ടോ സ്മെല്ല് ചേഞ്ച് ആവും. അല്ലാത്ത സമയത്തൊന്നും ബാക്കിയുള്ള ഇപ്പൊ മെറ്റൽ സ്മെല്ലായാലും അതൊരു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പീരീഡ്സിന്റെ ടൈമിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ടൈമിലൊക്കെ സ്മെല്ല് സെയിം തന്നെയാണ്, അതൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. നമുക്ക് വേണ്ടത് മോർ ഹൈജീൻ ആണ് വേണ്ടത്. പക്ഷെ ഹൈജീന് പലരും ഇന്ന് ഉപയോഗിക്കുന്നത്, ചിലർ വിചാരിക്കേണ്ട സ്മെല്ല് മാറാനായിട്ട് ക്രീമോ അല്ലെങ്കിൽ സ്പ്രേ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോർ ഡേഞ്ചർ ആണ് അവിടെ സംഭവിക്കുന്നത്. കാരണം നമുക്കൊരു വജൈനയ്ക്ക് അതിൻ്റെ pH ഉണ്ട്. ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട് വജൈനൽ വാഷ് എന്നുള്ളത്. ആക്ച്വലി വജൈന വാഷ് ചെയ്യാൻ പാടില്ലെന്നാണ്. വജൈനയ്ക്ക് ഇറ്റ്സ് ഓൺ ക്ലീനിങ് സിസ്റ്റം ഉണ്ട്. ഒരു കാലം നമുക്ക് ആകെ വാഷ് ചെയ്യാവുന്നത് വൾവയാണ്. വൾവ എന്ന് പറഞ്ഞാൽ ഔട്ടർ ആയിട്ടുള്ള ഏരിയ. ഔട്ടർ ആയിട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ക്ലിറ്റോറിയസ് ആൻഡ് ഇന്നർ ലിപ്സ്, ആ ഒരു ഏരിയ മാത്രമാണ് വാഷ് ചെയ്യുന്നത്. മറ്റേ ഇന്നർ ഏരിയയിൽ വാഷ് ചെയ്യാൻ പാടില്ലെന്നാണ്. പക്ഷെ പലരും മണ്ടത്തരങ്ങൾ അതിന്റെ സ്പ്രേ അടിക്കുക, അതൊന്നും ശരിക്കും പാടില്ലാത്തതാണ്. നമ്മുടെ ഒരു ബോഡിയുടെ ഒരു pH ഉണ്ട്, ആ pH ലെവലായി. അപ്പൊ അവര് പറയും ബോഡി pH അനുസരിച്ച് ഉണ്ടാക്കില്ല. ഇല്ല, അതിന്റെ ആവശ്യമില്ല. നമ്മുടെ വജൈന നോർമൽ സെൽഫ് ക്ലീനിങ് സംവിധാനം ഉള്ളതാണ്. എക്സെപ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാൽ മാത്രം. അപ്പൊ നമ്മൾ അവിടെ വെറും വാട്ടർ വെച്ചാണ് ക്ലീൻ ചെയ്യേണ്ടത്.
സോപ്പ് പോലും ചില ആളുകൾ സോപ്പ് യൂസ് സോപ്പ് പോലും നമുക്ക് ഹാർഡായിട്ടുള്ള സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വജൈനൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മൈൽഡ് സോപ്പ് ഉപയോഗിക്കാതെ അതും എക്സ്റ്റേണൽ നോട്ട് ഇന്റേണൽ. അതാണ് ഇതിന്റെ ഒരു ഇത്. അപ്പൊ സ്മെല്ലൊക്കെ ഒരു മൈൽഡ് സ്മെല്ല് എന്ന് പറഞ്ഞാൽ അതൊരു അക്സെപ്റ്റബിൾ ആണ്, എക്സെപ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവും. ഈ ജിമ്മിൽ പോകുന്ന ആളുകളുടെ ബോൾസ് വേറെ രീതിയിൽ വളരെ വൃത്തികെട്ട രീതിയിൽ സ്മെല്ല് ചെയ്യും എന്നുള്ള ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു. അതൊരു ഹൈജീന്റെ പ്രശ്നമാണോ അതോ ജിമ്മിൽ പ്രോട്ടീൻ പൗഡർ അമിതമായി കഴിക്കുന്നതിന്റെ ഒരു പ്രശ്നമാണോ? പ്രോട്ടീൻ പൗഡർ അമിതമായിട്ട് കഴിച്ചുകൊണ്ടൊന്നും സ്മെല്ലിനെ ഇത് ഉണ്ടാക്കില്ല. പക്ഷേ അവര് ഈ സ്വെറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ നമ്മൾ കഴിക്കുന്ന ചില ഫുഡുകൾ നമ്മളെ സ്വാധീനം, എക്സ്പെഷ്യലി ഗാർലിക് ഒക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചില സമയത്ത് വാട്ടറിന്റെ കണ്ടന്റ് കുറവാണെങ്കിൽ ചില സമയത്ത് അതിന് കാരണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആവുക, ക്ലോത്ത് ചേഞ്ച് ചെയ്യുക, എയർ സർക്കുലേഷൻ നല്ലപോലെ വരിക, ഈ സ്വെറ്റ് ഉടനെ വാഷ് ചെയ്ത് കളയുക. അപ്പൊ ക്ലീൻ ആൻഡ് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമില്ല. പ്രോട്ടീൻ പൗഡർ കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നില്ല. ജിമ്മല്ല, ജിമ്മിൽ ഉണ്ടാക്കുന്ന സ്വെറ്റും ആ ഒരു ബുദ്ധിമുട്ടാണ്, ഹൈജീൻ ഇല്ലാത്തതാണ് അതിന്റെ ഒരു കാരണം. വളരെ പേടിപ്പിക്കുന്നതും ഒരു ഭയം ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് വ്യക്തികള് അവര് തമ്മിലുള്ള ഒരു സെക്ഷൽ ലൈഫ് ഇല്ല, പക്ഷെ ഇവർക്ക് പ്ലഷർ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയെ വേറൊരാള് സെക്സ് ചെയ്യുന്നത് കാണുമ്പോഴാണ് ഭർത്താവിന് പ്ലഷർ കിട്ടുന്നത് എന്നുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു റീല് ഞാൻ എവിടെയും ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിച്ചു അതെങ്ങനെയാണ് സ്വന്തം ഭാര്യയെ വേറൊരാള് സെക്സ് ചെയ്യുന്നത് കാണുമ്പോൾ ഭർത്താവിന് പ്ലഷർ ഉണ്ടാവുന്നതെന്ന്. ശരിക്കും അതെന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണോ, അല്ലെ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? അങ്ങനെ പ്ലഷർ ലഭിക്കുന്ന ആളുകളുണ്ടോ? ഫസ്റ്റ് അങ്ങനെ പ്ലഷർ ലഭിക്കുന്ന ആളുകൾ ഉണ്ട്. എന്റെ അടുത്ത് തന്നെ കുറെ കേസുകൾ വന്നിട്ടുണ്ട്. അപ്പോ അവരുടെ ഈ ബ്രെയിനിലൊരു പ്ലഷർ കിട്ടാന്ന് പറഞ്ഞാൽ ബ്രെയിൻ സാറ്റിസ്ഫൈഡ് ആണ്. എപ്പോഴോ ഇവരുടെ അകത്ത് കയറിക്കുന്ന ബ്രെയിൻ സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെയാണ്. അത് റിപ്പീറ്റ് ആയിട്ട് ഫാന്റസിയിലൂടെയോ എപ്പോഴെങ്കിലും അവർ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ബ്രെയിൻ പിന്നെ അത് ഷോർട്ട് കട്ട് ആയിട്ട് എടുക്കും. പിന്നെ ഇതേ രീതിയിലുള്ള പ്ലഷറാണ് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇവർക്ക് അറൗസൽ ഉണ്ടാവില്ല. അപ്പൊ ഈ വന്നിരുന്ന കേസുകൾ ഹസ്ബൻഡ് തന്നെ പെർമിഷൻ കൊടുക്കാണ് വൈഫിനെ, നീ വേറൊരാളായിട്ട് സെക്സ് ചെയ്യ്, ഞാൻ പെർമിഷൻ തരുന്നു, പക്ഷെ എനിക്ക് കാണണം. അപ്പോ അവർക്ക് അതായത് മറ്റൊരാളായിട്ട് സെക്സ് ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും അവർക്ക് ഇറക്ഷൻ കിട്ടുകയും ചെയ്യുള്ളൂ. എന്നിട്ട് ഈ ഹസ്ബൻഡ് മാറിയിരുന്ന് മാസ്റ്റുബേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. വേറെ ചില കൂട്ടലുണ്ട്, വൈഫിനോട് പറയും നീ നിനക്ക് ഇഷ്ടമുള്ള ആളുടെ പേര് വിളിച്ച് ഇങ്ങനെ ഇത് പറയാൻ പറയും. അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ മാത്രം കംഫർട്ട് കിട്ടുന്ന ചില ഹസ്ബൻഡുമാരുണ്ട്. ഇവര് ഓരോരുത്തരെയും മാറി ഇതിന് ഏറ്റവും ബുദ്ധിമുട്ട് ഇത് അനുഭവപ്പെടുന്ന വൈഫിനാണ്. ഈ വൈഫ് ഇതിന് വില്ലിങ് അല്ലെങ്കിൽ ഈ ഒരു ബിഹേവിയർ ആയിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഈ കേസിൽ. ചിലര് അപ്പോഴാണ് ഈ ഫോഴ്സ്ഡ് ഒരു സെക്സ് എന്ന് പറയുന്നത്. ഈ ഹസ്ബൻഡ് ഭയങ്കര അതോറിറ്റീവ് ആണെങ്കിൽ ഈ വൈഫിന് ഇയാൾ അത്രമാത്രം പേടിയുണ്ടെങ്കിൽ നിവൃത്തി കേടുകൊണ്ട് അനുസരിക്കുന്ന ഒരു ഗതികേട് വരും. പക്ഷെ ഈ വ്യക്തിക്ക് എപ്പോഴെങ്കിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റു വ്യക്തി സെക്സ് ചെയ്യണത്, സ്വന്തം ഭാര്യ ചെയ്യണത് കണ്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആളുകളുണ്ട് എന്നുള്ള വാസ്തവമാണ്. ഇത് ശരിക്കും ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്, ഇതൊരു വൈകൃതമാണ്, ഇതൊരു വൈകൃതം തന്നെയാണ്. ഇതൊരു സൈക്കോളജി തന്നെ സെക്ഷൽ ഡിസോർഡേഴ്സിൽ പെടുന്ന ഒരു സാധനം തന്നെയാണ്. അങ്ങനെ കുറെ വൈകൃതത്തിൽ ഒരു വൈകൃതമാണിത്. നമുക്കിപ്പോ ഒരു വൈകൃതത്തിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് ഈ സെക്സിൽ ഉണ്ടാകുന്ന മറ്റ് സെക്ഷൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മറ്റ് സെക്ഷൽ വൈകൃതങ്ങളെ കുറിച്ച് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് എന്ന് പറയാമോ? ഒത്തിരി ഉണ്ട് ഈ വൈകൃതങ്ങൾ. നമ്മള് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, മൃഗങ്ങളായിട്ട് സെക്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊരു വൈകൃതമാണ്. സ്വന്തം പാർട്ട്ണർ വേദനിക്കുമ്പോൾ മാത്രം പ്ലഷർ കിട്ടുന്നവരുണ്ട്. സാഡിസം എന്ന് പറയുന്ന ഒരു വൈകൃതമാണ്. ശ്വാസം മുട്ടിച്ചാൽ മാത്രം എനിക്ക് ഒരു റൗസൽ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നവരുണ്ട്. ലേഡീസിലാണ് അത് കൂടുതൽ കാണുന്നത്. ഹസ്ബൻഡിനോട് കഴുത്തി പിടിച്ച് ഞെക്കാനോ അല്ലെങ്കിൽ പിള്ള വെച്ച് അമർത്താനൊക്കെ പറയും, എന്നിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നവരുണ്ട്. അതും ഒരു വൈകൃതമാണ്. പിന്നെ കേട്ടിട്ടുണ്ടാവും പിഡോഫിലിയ പോലത്തെ കുട്ടികളെ സെക്സ് ചെയ്യുന്നത്, അതൊരു വൈകൃതമാണ്. അല്ലെങ്കിൽ അവരോടൊരു അട്രാക്ഷൻ തോന്നുന്നത് അങ്ങനെ ഒരു വൈകൃതമാണ്. നമ്മൾ കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്ത ഒരു വൈഫിനെ വേറെ ആളെ കൊണ്ട് സെക്സ് ചെയ്യിക്കുന്നത് കണ്ടിട്ട് ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. വേറൊരു കൂട്ടരുണ്ട്, അവര് പോൺ മൂവി കണ്ട പോൺ ഇൻഡ്യൂസ്ഡ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ട്.
അത് വൈഫിന്റെ കൂടെ സെക്സ് ചെയ്യണമെങ്കിലും ആ സെക്സ് ഫോണിട്ട് കണ്ടതിന് എന്നാലും അവർക്ക് ഇറക്ഷൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് കിട്ടില്ല. അങ്ങനെ ഒരു നേച്ചർ ഉള്ളവരുണ്ട്. പിന്നെ കുറച്ച് ഇതുപോലത്തെ ഡിസോർഡേഴ്സ് ഉണ്ട്. നമ്മള് കെട്ടിയിട്ടിട്ട് സെക്സ് ചെയ്യുന്ന ഒരു ഇതുണ്ട്, വിഡിയസം പോലത്തെ ഫെറ്റിസം ഉണ്ട്. നമ്മള് ചില വസ്തുക്കളോടോ ചില സിറ്റുവേഷനോടോ ആ ഒരു വസ്തു കണ്ടാൽ മാത്രമേ എനിക്ക് അതിനോട് ഇഷ്ടം തോന്നുള്ളൂ, അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള സെക്സ് ചെയ്താൽ മാത്രമേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഇങ്ങനെ ചില വൈകൃതങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറച്ച് ലിസ്റ്റുകളുണ്ട് ഈ വൈകൃതത്തില്. അത് വൈകൃതമായിട്ടാണ് സൈക്കോളജിയിൽ പറയുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ച് അത് അങ്ങനെ പോയാൽ മാത്രം അതായത് ഒരു വേറെ കണ്ടിട്ടുണ്ടാവും, അതായത് മറ്റുള്ളവരെ സ്വന്തം ലൈംഗിക അവയവം പ്രദർശിപ്പിച്ചിട്ട് പബ്ലിക്കായിട്ട് ഇത് ലൈംഗിക അവയവം പുറത്തേക്ക് എടുത്തിട്ട് കാണിച്ചിട്ട് അതിൽ സാറ്റിസ്ഫൈ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതൊരു വൈകൃതം തന്നെയാണ്. ചില പുരുഷന്മാര് ഭാര്യയായിട്ട് സെക്സ് ചെയ്യുന്നതിനേക്കാളും മുന്നേ അവര് മാസ്റ്റർബേറ്റ് ചെയ്യും, അതിനുശേഷമാണ് അവര് സെക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭാര്യയെ സ്വന്തം ബെഡില് മറ്റേ സൈഡിലെ ഭാര്യയെ കിടത്തിക്കൊണ്ട് അവര് പോൺ വീഡിയോസ് കണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യും. അതും എന്തെങ്കിലും ഒരു സെക്ഷൽ ഡിസോർഡർ ആണ്. ഈ ചിലര് ആദ്യം മാസ്റ്റർബേറ്റ് ചെയ്തിട്ട് സെക്സ് ചെയ്യുന്നതിന്റെ കാരണം ചില പുരുഷന്മാരിൽ പ്രീമച്ചർ ഇജാക്കുലേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പെനീസ് അവർക്ക് ഉണ്ടാവും. അപ്പൊ ഇവര് ഈ ഒരു മാസ്റ്റർബേഷൻ കഴിയുമ്പോൾ അവർക്ക് ആ സെൻസേഷൻ കുറയും. അപ്പൊ ഒരു മാസ്റ്റർബേഷൻ കഴിഞ്ഞിട്ട് അവരൊരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞ് സെക്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വൈഫുമായിട്ട് കുറെ നേരം ഇന്റർകോഴ്സ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടും. പോൺ മൂവി കണ്ടിട്ടാണ് സെക്സ് ചെയ്യുന്നതെങ്കിൽ അത് അവർക്ക് പോൺ കണ്ടാൽ മാത്രമാണ്, കാരണം പോണിന് അടിമയായി. അപ്പൊ ആ പോണിന് അഡിക്ഷനായി. ആ അഡിക്ഷൻ ആയിട്ടുള്ള ഒരു ബ്രെയിൻ പോൺ കണ്ടാലാണ് ഇവിടുന്ന് ഏറ്റവും വലിയ സെക്ഷൽ ഓർഗൻ ബ്രെയിൻ ആണ്. ഈ ബ്രെയിൻ എന്നാൽ മാത്രമേ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ, കാരണം ബ്രെയിന് അങ്ങനെ ഒരു പ്ലഷർ കിട്ടി ശീലമായി. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെയുള്ളവർക്ക് ഡയറക്റ്റ് സെക്ഷനോടൊക്കെ ഇൻട്രസ്റ്റ് വളരെ കുറവായിരിക്കും, വിത്ത് കണ്ടീഷനിലായിരിക്കും. കാരണം ഇത് വെച്ചിട്ട് ഇതിലൂടെ എറക്ട് ചെയ്തിട്ട് പിന്നെ ഇന്റർകോഴ്സിലേക്ക് പോകുന്നവരുണ്ട്. അതാണ് ഇതിൽ സംഭവിക്കുന്നത്. ചില സ്ത്രീകൾക്ക് എത്രത്തോളം സെക്സ് ഗ്രേറ്റ് ആണെങ്കിൽ പോലും അവർക്ക് സ്വയം സാറ്റിസ്ഫൈ ചെയ്യാതെ അല്ലെങ്കിൽ സെൽഫായിട്ട് സെക്സ് ചെയ്യാതെ ഓർഗാസം ലഭിക്കില്ല. അല്ലെങ്കിൽ ഇപ്പോ പാർട്ട്നേഴ്സ് തമ്മിൽ സെക്സ് ചെയ്യുന്നതാണെങ്കിലും അവര് പിടിച്ചു വെക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്നിട്ട് സ്വന്തമായി സെൽഫായിട്ട് സെക്സ് ചെയ്ത് ഓർഗാസം വരുന്ന രീതിയിൽ അവരത് ലിമിറ്റ് ചെയ്ത് വെക്കും എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? റീസെന്റ് ആയിട്ട് ഒരു മൂവിയിൽ കണ്ടിട്ടുണ്ടാവും. അതായത് ഹസ്ബൻഡ് സെക്സ് ചെയ്യുന്നു, അയാൾ ഇറക്കി വെച്ച് നിർത്തുന്നു. അവര് അതിനുശേഷം ഒരു ഫേമസ് ആയ സെലിബ്രിറ്റി നടിയാണ്, അവര് സ്വന്തമായിട്ട് ഇത് ചെയ്യുന്നു. അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ. അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹസ്ബൻഡ് ആവശ്യത്തിനുള്ള ടൈം കൊടുത്ത് സെക്സ് ചെയ്തിട്ടില്ല. ഈ ലേഡി ആവശ്യത്തിനുള്ള എറൗസൽ ആൻഡ് ഒരു ഓർഗാസത്തിന് ഒരു ടൈം ഉണ്ട്, അവിടേക്ക് എത്തിക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് പാർട്ണറെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പൊ ആ വ്യക്തി എറൗസൽ സ്റ്റേജിൽ എത്തി, പക്ഷെ ഒരു എൻഡ് സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അവളുടെ സെക്ഷൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ഈ വ്യക്തിക്ക് അത് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് അറിയാനും പാടില്ല. ചിലർക്ക് അറിഞ്ഞാലും അവരുടെ സാറ്റിസ്ഫാക്ഷൻ കഴിഞ്ഞപ്പോൾ അവര് സ്ഥലം വിടുന്നു. അപ്പൊ ഇവിടെ പാതി തുടർന്ന സ്ഥലത്ത് എന്നും ആവാതെ കിടക്കുന്നു. അപ്പൊ അവർക്ക് അത് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? അവർക്ക് ഇറിറ്റേഷൻ, ദേഷ്യം എല്ലാം കൂടി സംഭവിക്കും. അപ്പൊ അവരെ ഓൺ പ്ലഷറോ അല്ലെങ്കിൽ ഓൺ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അവരത് കംപ്ലീറ്റ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. സെക്സ് ചെയ്യുമ്പോ എൻഡിങ്ങില് പുരുഷന്മാരുടെ സെമൻ അത് സ്വോളോ ചെയ്യാൻ പുരുഷന്മാര് തന്നെ ഫോഴ്സ്ഫുള്ളി പാർട്ട്ണറിന്റെ അടുത്ത്, ഇപ്പൊ ഭാര്യയാവാം, കാമുകിയാവാം, അല്ലെ ഡേറ്റ് ആവാം, അവരോട് ഫോഴ്സ്ഫുള്ളി ആവശ്യപ്പെടാറുണ്ട്. ചില സ്ത്രീകള് പുരുഷന്മാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് ആ സെമൻ സ്വോളോ ചെയ്യാറുണ്ട്. ശരിക്കും ഈ സെമന്റെ ടേസ്റ്റ് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഇത്തരത്തിൽ സെമൻ സ്വോളോ ചെയ്യുമ്പോൾ അത് നമ്മള് ഹെൽത്തി ആണോ? അത് ഈ സെമൻ ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ചില പുരുഷന്മാര് അത് ഫോഴ്സ് ചെയ്യാറുണ്ട്. ചില സ്ത്രീകൾക്ക് അത് ഓക്കെ ശീലം കൊണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇത് സേഫ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻസ്. അതായത് നമുക്കൊരു ഹെൽത്തി പാർട്ട്ണർ കൂടെ ഇറ്റ്സ് ഓക്കെ. ഈ ഹെൽത്തി പാർട്ട്ണർ എത്ര ഹെൽത്തി ആണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പിന്നെ കുഴപ്പമാണ്. കാരണം ഇത് അകത്തേക്ക് പോകുമ്പോൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് വരാനുള്ള പോസിബിലിറ്റീസ് ഹൈയാണ്. എങ്ങനെ വരാന്ന് വെച്ചാൽ നമ്മുടെ വായിൽ ഇപ്പൊ ഗം ബ്ലീഡിങ് ഉണ്ട്, അല്ലെങ്കിൽ മൗത്ത് അൾസർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മറ്റു വ്യക്തിക്ക് എന്തെങ്കിലും STD ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലാതെ ഒരു സെമനിൽ അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ, പിന്നെ എൻസൈംസ്, പ്രോട്ടീൻ, ഫ്രക്ടോസ്, ഇത്രയേ ഉള്ളൂ. അതിൽ ഹാംഫുൾ ആയിട്ടുള്ള ഒരു സാധനങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറലി ഇറ്റ്സ് പറയുകയാണെങ്കിൽ
ഇസ് ലിറ്റിൽ സാൾട്ടി, ഒരു ലൈറ്റ് സാൾട്ടി ടേസ്റ്റ് ആയിരിക്കും. ബട്ട് ചിലരെ സമയത്ത് ചില ടൈമിൽ ഇറ്റ്സ് ബിറ്റർ ആൻഡ് സ്വീറ്റസ്റ്റിലേക്ക് വരാറുണ്ട്. ഇറ്റ്സ് വെരി റെയർ. എന്നിരുന്നാലും നമ്മളൊരു ഡിപ്പെൻസ് ദ ഫുഡ്. ഇപ്പൊ സ്മോക്കറുടെ സെമന്റെ ടേസ്റ്റ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതേമാതിരി തന്നെ ഒരു ഗാർലിക് ഓവറായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിക്ക്. അപ്പൊ അതുപോലെ ഡിപ്പെൻസ് നമ്മൾ എന്ത് ഫുഡ് ഓവർ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് ചില സമയത്ത് ഇതിന്റെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ജനറലി പറയുകയാണെങ്കിൽ സ്ലൈറ്റ്ലി സാൾട്ടി ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു ഹാം അല്ല, കുഴപ്പമില്ല, പക്ഷെ റിസ്ക് ആണ്. മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉള്ള ഒരു വ്യക്തിയുടെ അതാണെങ്കിൽ നമ്മൾ STD ഉണ്ടാകാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്.